അതെനിക്കതിൽ ഭയങ്കര അത്ഭുതം തോന്നി. ഒന്ന് കുഞ്ചാക്കോവൻ വളരെ സെൻസിബിളായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഛേ എന്നാണ് തോന്നിയത്. അദ്ദേഹം പറയുന്നത് എന്താണ്, നല്ല ഭക്ഷണം കൊടുക്കേണ്ടത് സ്കൂളുകളിലാണ്, ജയിലുകളിലല്ല എന്നാണ്. സ്കൂളുകളിൽ നല്ല ഭക്ഷണം കൊടുക്കണം എന്ന് അദ്ദേഹത്തിന് പറയാം. അപ്പോൾ നിലവിൽ തന്നെ നല്ല മെനു ആണ് സ്കൂളിലേത് അല്ലേ. ഈ വർഷം ജനുവരിയിലോ മറ്റാണ് അത് പുതുക്കിയത്. പുതിയ കുട്ടികൾക്ക് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിലേക്ക് പോകാൻ. യെസ്. അപ്പോൾ സ്കൂളിൽ നല്ല ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് എന്താണ്, സർക്കാർ എന്തോ കൊടുക്കാത്ത മതിയായിപ്പോൾ. നല്ല ഭക്ഷണമാണ് കൊടുക്കുന്നത്. ജനുവരി മുതൽ മെനു ഒക്കെ മാറിയിട്ടുണ്ട്. ജയിലുകളിലല്ല കൊടുക്കേണ്ടത്. അപ്പോൾ കുഞ്ചാക്കോവിൻ്റെ പ്രസ്താവനയുടെ ഉദ്ദേശം എന്താണ് ശരിക്കും? ജയിലുകളിൽ ഫുഡ് കൊടുക്കരുതെന്നാണ്. അതായത് നമ്മൾ നല്ല ഫുഡ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണാറുണ്ടല്ലോ. പീഡന കേസിലെ പ്രതിയെ ജയിലിൽ കൊണ്ടുപോയി തടിച്ചു കൊഴുത്ത് പുറത്തിറക്കുന്നു. ഗോവിന്ദ ചാമിയുടെ ഒരു പഴയ ഫോട്ടോ കാണിച്ചിട്ട് സ്ഥിരമായി ആളുകൾ എഴുതുന്നൊരു സാധനമുണ്ട്. അത് വളരെ അൺഡെമോക്രാറ്റിക്കാണ്, ഇൻഹ്യൂമേനാണ്, മനുഷ്യത്വ വിരുദ്ധമാണ്. കാരണം 2015 UN ഒരു പ്രമേയം, ഒരു റൂള് പാസ്സാക്കിയിട്ടുണ്ട്. ആ റൂളിൻ്റെ പേര് മണ്ടേല റൂൾസ് എന്നാണ്. നെൽസൺ മണ്ടേലയുടെ പേരിലാണ് റൂൾ അറിയപ്പെടുന്നത്. കാരണം മണ്ടേല 2 പതിറ്റാണ്ടിലധികം ജയിലിൽ കിടന്ന ഒരാളാണ്. അപ്പോൾ പ്രിസണേഴ്സിന്, തടവുകാർക്കുള്ള മനുഷ്യാവകാശങ്ങൾ ഉറപ്പാക്കുന്ന റൂളാണത്. അതിൽ ഒന്നാമതായി പറയുന്ന ഒരു കാര്യം, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് പ്രിസണേഴ്സിന് കൊടുക്കണം. ന്യൂട്രീഷ്യസ് എന്ന് പറഞ്ഞാൽ പോഷകാഹാരങ്ങൾ. അത് നമ്മൾ സ്കൂളിൽ എങ്ങനെയാണോ സ്കൂൾ മീലിനെ പറ്റി പറയുന്നത് അത് തന്നെ പ്രിസണേഴ്സിന് കൊടുക്കണം എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ആവശ്യത്തിന് വിശ്രമം അവർക്ക് കൊടുക്കണം. കായികമായ വിനോദങ്ങൾ, എക്സസൈസ്, അതിനുള്ള അനുവാദം ഉണ്ടാവണം. സെല്ലിൽ പരമാവധി ഒരാളെ മാത്രമേ പാർപ്പിക്കാവുള്ളൂ. ഹീനമായ കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകളെ സാധാരണ കുറ്റവാളികളോടൊപ്പം ഇടരുത്. അങ്ങനെ തുടങ്ങി നിരവധി നിർദ്ദേശങ്ങൾ അതിലുണ്ട്. അതുപോലെ വൃത്തിയും ഉള്ള വെള്ളം, വൃത്തിയുള്ള പരിസരം, വൃത്തിയുള്ള സെല്ല്, ഇതൊക്കെ ഒരാളുടെ ഒരു പ്രിസണറുടെ മനുഷ്യാവകാശമായിട്ടാണ് ഈ മണ്ടേല റൂൾസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ മണ്ടേല റൂൾസ് അംഗീകരിച്ച ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ അത് അംഗീകരിച്ചിട്ട് ഇപ്പോൾ 10 വർഷം കഴിഞ്ഞു. പക്ഷേ ഇന്ത്യയിലെ ജയിലുകൾ അങ്ങനെയായി മാറിയിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്ന് പറയാം. പക്ഷേ താരതമ്യേന മെച്ചപ്പെട്ട ജയിൽ സംവിധാനമാണ് കേരളത്തിൽ. അപ്പോൾ കേരളത്തിലൊരു കുറ്റവാളി ജയിലിൽ പോയി അയാൾക്ക് ശരീരഭാരം കൂടി, അല്ലെങ്കിൽ അയാൾ കുറേ കൂടി പുഷ്ടിപ്പെട്ടു എന്നുള്ളത് കേരളത്തിൻ്റെ മികച്ച ഭരണ സംവിധാനത്തെയാണ് കാണിക്കുന്നത്. അല്ലാതെ ഇവിടെ കുറ്റവാളികൾ കൊണ്ടുപോയി തീറ്റിപ്പോറ്റും അല്ല ചെയ്യുന്നത്. അവർ തല്ലിക്കൊല്ലണമെന്നാണ് പിന്നെ കുഞ്ചാക്കോവൻ പറയുന്നത്. കുഞ്ചാക്കോവൻ്റെ അത് വളരെ ബാഡ് ടേസ്റ്റുള്ളൊരു പ്രസ്താവനയായിട്ടാണ് എനിക്ക് തോന്നിയത്. മന്ത്രി ശിവൻകുട്ടി അതിനെ പിന്തുടർന്ന് സ്കൂളിലേക്ക് വരൂ, കാരണം ഈ സ്കൂളിൽ ഉച്ചഭക്ഷണം കൊടുക്കണമെന്ന് അറിയിക്കാൻ, നമ്മളെ മികച്ച സംവിധാനമാണെന്ന് അറിയിക്കാൻ വേണ്ടിയായിരിക്കാം മന്ത്രി അത് പറഞ്ഞത്. മന്ത്രി അത് പറയുമ്പോൾ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. നമ്മൾ ജനുവരിയിൽ ഈ സ്കൂൾ മെനു പുതുക്കി. അതിന് മുമ്പ് കുറച്ചു കാലം, ഒരു 2-3 വർഷം പ്രധാനാധ്യാപകരുടെ ഒരു പരാതി ഷീത ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഈ മെനു, അതായത് സർക്കാർ അനുവദിക്കുന്നു ഈ സ്കൂൾ മീലിനുള്ള ഫണ്ട് 60% കേന്ദ്രത്തിൻ്റെ, 40% കേരളത്തിൻ്റെയാണ്. അത് വച്ചിട്ട് ഈ കുട്ടികൾക്ക് ഈ പറയുന്ന മെനു പ്രകാരമുള്ള ഭക്ഷണം കൊടുക്കാൻ കഴിയുമോ? കൃത്യമായിട്ട് അവർക്ക് ആ തുക കിട്ടുന്നുണ്ടോ? ഈ പ്രധാനാധ്യാപകർക്ക് കടം വാങ്ങേണ്ടി വരുന്നുണ്ടോ? അതിനപ്പുറം കേരളത്തിലെ LP UP സ്കൂളിൽ ഹെഡ് മാസ്റ്റർ ആവാൻ അധ്യാപകർ വിസമ്മതിക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ഈ ഒരൊറ്റ കാരണം കൊണ്ട്. കാരണം അവരുടെ പോയിട്ടിൽ നിന്ന് ക്യാഷ് പോവാണ്. പച്ചക്കറി വാങ്ങുന്നതൊന്നും മറ്റ് പലചരക്കുകൾ വാങ്ങുന്നതൊന്നും ആളുകൾ കാശ് വയ്ക്കുമ്പോൾ ഇവർ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ടി വരുവാണ്. അവർക്ക് വലിയ ബുദ്ധിമുട്ടാവുകയാണ്. മറ്റൊന്ന് പാചകത്തൊഴിലാളികളുടെ അവസ്ഥയാണ്. പാചകത്തൊഴിലാളികൾക്ക് കൃത്യമായി വേതനം കിട്ടുന്നുണ്ടോ? അവർ സമരം ചെയ്യേണ്ടി വരുന്നില്ലേ? 1. 2, 500 കുട്ടികളുള്ള സ്കൂളുകളിൽ ഒരു പാചകത്തൊഴിലാളിയാണ്. 500 മുകളിലാണെങ്കിൽ അത് എത്രയാണെങ്കിലും 2 പേരാണ്. ഈ പറയുന്ന മെനു ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ ഒരു ദിവസം? അവരെത്ര അധ്വാനിക്കേണ്ടി വരും? അതേസമയം 250 പേർക്ക് 1 എന്നുള്ളതായിരിക്കും അനുവാദം എന്നുള്ള നിർദ്ദേശം വന്നിട്ട് വർഷങ്ങളായി. പക്ഷെ അതുവരെ നടപ്പാക്കപ്പെട്ടിട്ടില്ല. സ്കൂളുകളിൽ ചെയ്യുന്നത് പാരൻസ് സഹായിക്കുകയാണ്. അപ്പോൾ സർക്കാർ അത് നല്ല മെനു തയ്യാറാക്കണം. പക്ഷെ നല്ല മെനു കൊടുക്കാനുള്ള അതിനുള്ള പ്രാപ്തി ഉണ്ടാക്കണം സ്കൂളുകൾക്ക്. അത് സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ട കാര്യമാണ്. അതേസമയം ഈ ജയിലുകളിൽ കൊണ്ടുപോയി ആളുകളെ തീറ്റിക്കൊഴിപ്പിക്കുക എന്നുള്ള ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ, മനുഷ്യത്വ വിരുദ്ധമായ പ്രസ്താവന. കാരണം ജയിലുകൾ എന്ന് പറഞ്ഞൊരു കറക്ഷൻ സെൻ്ററുകളാണ്. മനുഷ്യർക്ക് ഫുഡൊക്കെ കൊടുത്ത് അവർക്ക് നല്ല സാഹചര്യം ഒരുക്കി അവരെ പുതിയ മനുഷ്യരാക്കി പുറത്തേക്ക് വിടുവാനാണ്. അവരെ തല്ലിക്കൊല്ലാൻ വേണ്ടിയല്ല. ശിക്ഷയാണെങ്കിൽ അവർക്കുള്ള ശിക്ഷ എന്നുള്ള ഒരു സ്വാതന്ത്ര്യം നിഷേധിക്കലാണ്. അവരെ നല്ല മനുഷ്യരാക്കി പുറത്തു വെക്കാൻ വേണ്ടി കറക്ഷണൽ ഹോമുകളാണ് ജയിലുകൾ. പക്ഷേ കുഞ്ചാക്കോവിനിൽ നിന്ന് അത്തരൊരു പ്രസ്താവന ഞാൻ പ്രതീക്ഷിച്ചില്ല.